രണ്ടാം പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശന ഭാഗം ഒഴിവാക്കിയും കൂട്ടിച്ചേർത്തും ഗവർണർ. മന്ത്രിസഭ അംഗീകരിച്ചത് മാത്രമേ നിലനിൽക്കൂ എന്ന ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പിന്നീട് തുറന്നടിച്ചു. ഗവർണർ ഒഴിവാക്കിയതും കൂട്ടിച്ചേർത്തതും നിലനിൽക്കില്ല എന്ന സ്പീക്കറുടെ റൂളിംഗുമുണ്ടായി. നയപ്രഖ്യാപനം പൊള്ളയാണെങ്കിലും ഗവർണർ ചെയ്തത് തെറ്റെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേന്ദ്രം ഞെരുക്കുമ്പോഴും വികസന ക്ഷേമ പ്രവർത്തികളുമായി മുന്നോട്ട് തന്നെയെന്ന നയപ്രഖ്യാപനം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനമായിരുന്നു നാടകീയ നീക്കം. അവസാന നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രീയ നീക്കവും ജാഗ്രതയും പ്രകടമായി. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് പരാമർശിക്കുന്ന ഭാഗം ഗവർണർ വായിച്ചു. പക്ഷെ പ്രതിഷേധിക്കും പോലെ ചിലത് ഒഴിവാക്കി. The retrospective effect given to the cutback in the eligible open market borrowing limit is a highly prejudicial action faced by my government. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ഗവർണറെ യാത്രയാക്കി തിരിച്ച് സഭയിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയാണ് ഗവർണർ പ്രസംഗത്തിൽ കത്രിക വെച്ച കാര്യം പരസ്യമാക്കിയത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം മാത്രമേ നിലനിൽക്കൂ എന്ന് സ്പീക്കറോട് മുഖ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മുൻ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ പ്രസംഗത്തിൽ കത്രിക വെച്ചതിന് മുഖ്യമന്ത്രി ഈ ഗവർണറെ വിമർശിച്ചത് ഇതാദ്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് കീഴ്വഴക്കം ഉദ്ധരിച്ച് സ്പീക്കറുടെ റൂളിംഗ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളുടെ കാര്യത്തിലും മുൻ തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ചെയറിന് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒഴിവാക്കിയതും കൂട്ടിച്ചേർത്തതും എന്തൊക്കെയാണ്? 12ാം ഖണ്ഡികയിലെ ആദ്യ ഭാഗത്തിലെ ഒഴിവാക്കൽ ഇങ്ങനെയാണ്: ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ കാരണം കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നു എന്ന ഭാഗമാണ് ഒഴിവാക്കിയത്. ഇനി 15ാം ഖണ്ഡികയിലെ ഒഴിവാക്കൽ കേന്ദ്ര വിമർശനത്തിൽ മാത്രമല്ല ഗവർണറെ കുറ്റപ്പെടുത്തിയ കാരണം കൂടിയാണ് ഈ ഒഴിവാക്കലിന് പിന്നിൽ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാത്തതിനാൽ സുപ്രീം കോടതിയെ സമീപിച്ചെന്ന് പറയുന്ന ഭാഗമാണ് ഒഴിവാക്കിയത്. മൂന്നാമത്തേത് 16ാം ഖണ്ഡികയിലെ കൂട്ടിച്ചേർക്കലിന്റെ കാര്യമാണ്. കേന്ദ്ര നികുതി വിഹിതം കുറയുന്ന വിഷയത്തിൽ ഫെഡറൽ തത്വം ദുർബലപ്പെടുത്തുന്ന ഭാഗത്ത് എൻ്റെ സർക്കാർ കരുതുന്നുവെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. അതായത് ഈ പറഞ്ഞത് തൻ്റെ അഭിപ്രായമല്ല എന്ന് ഗവർണർ നയം വ്യക്തമാക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം നാടകമായി. സർക്കാർ കേന്ദ്ര വിമർശനം ഉന്നയിച്ചു. അതിൽ ചിലത് ഒഴിവാക്കിയതിന് ഗവർണറെ വിമർശിക്കുകയും ചെയ്തു. ഗവർണറും കേന്ദ്ര വിമർശനത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതേസമയം തന്നെ പൂർണ്ണമായി ഒഴിവാക്കാതെ കുറെ ഭാഗം വായിച്ച് സർക്കാരിനെ പിണക്കിയുമില്ല. ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. ഇത് പറയുമ്പോഴും ഗവർണർ പ്രസംഗത്തിൽ കത്രിക വെച്ചത് തെറ്റ് തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരം ഇല്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗവർണർ സർക്കാർ അന്തർധാര എന്ന പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിക്കാനാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ നീക്കം. എന്തായാലും 2026 ശബരിമല വിമാനത്താവളത്തിന്റെ പണി തുടങ്ങി 29 പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനമടക്കം നയപ്രഖ്യാപനത്തിൽ പറയുന്നു. ക്യാമറമാൻ സജീവ്കുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.